വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മേനകാ ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് പല കാര്യങ്ങളാണ്. മേനകാ ഗാന്ധി BJP നേതൃത്വവുമായി ഇടഞ്ഞത് ഫിലിപ്പിറ്റ് സീറ്റ് തനിക്കോ തൻ്റെ മകനോ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ തവണ അവർ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട അവസ്ഥയും ഉണ്ടായി. ഫിലിപ്പിറ്റ് ഇപ്പോൾ മറ്റൊരാളുടെ കൈവശമാണ്. BJPയിലെത്തുന്നതിന് മുൻപ് ജനതാദൾ പാർട്ടിയുമായൊക്കെ സഹകരിച്ചിരുന്ന സമയത്ത് പോലും കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്താൻ ശ്രമിച്ചിരുന്ന മേനകാ ഗാന്ധി സ്ഥിരം പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് ഫിലിപ്പിറ്റ് മണ്ഡലം. 3 പതിറ്റാണ്ടോളം ആ മണ്ഡലം വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും മേനകയോ അല്ലെങ്കിൽ വരുൺ ഗാന്ധിയോ അല്ലാതെ മറ്റാരെയും വിജയിപ്പിക്കാൻ ഫിലിപ്പിറ്റുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും തങ്ങളുടെ കോട്ടയിലേക്ക് എത്തിയാൽ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരും. യുവ നേതാക്കളെ ആകർഷിക്കാൻ വരുൺ ഗാന്ധിക്ക് പ്രത്യേക കെൽപ്പാണ് എന്ന് സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ഉറക്കെ പറയുന്നത് എന്തുകൊണ്ടും വലിയ രീതിയിൽ ടെസ്റ്റുണ്ടാക്കും. രക്ഷാബന്ധൻ ദിനത്തിലുമൊക്കെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കും വരുൺ ഗാന്ധിക്കും ഒരുപോലെ തന്നെ രക്ഷാബന്ധൻ അണിയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ BJPക്ക് അത് വലിയ പ്രഹരമുണ്ടാക്കും. ഗാന്ധി പരിവാർ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയും. BJP പലപ്പോഴായി ഗാന്ധി പരിവാരത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും പറയുന്നത് അതിൽ തലയ്ക്ക് വെളിവുള്ളവരൊക്കെ ഇപ്പോഴും BJPയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൃത്യമായി മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഉത്തർപ്രദേശിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ ടാലന്റ് ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളെയും പ്രഗത്ഭരായ BJP അവഗണിച്ച രാഷ്ട്രീയ നേതാക്കളെയും വസുന്ധര രാജ സിന്ധ്യ അടക്കമുള്ള പല രാഷ്ട്രീയ നേതാക്കളെയും സഹകരിപ്പിച്ചുകൊണ്ട് മൊത്തത്തിലൊരു കോമൺ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി അണിയറയിൽ കൃത്യമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കുറച്ചുകൂടി സജ്ജമായാൽ 2029 15 കൊല്ലങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടാനുള്ള സാധ്യതകൾ ഏറ്റവും ശക്തമായി തന്നെ തുറന്നുവരും. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മികവാർന്ന ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നു. അതും ദീർഘകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ്. കേരളം അതിന് ഉത്തമ ഉദാഹരണമാണ്. കോൺഗ്രസ് എന്ത് മാജിക്കൽ പവറോടെയാണ് തിരിച്ച് ശക്തമായി അധികാരത്തിലേക്ക് വന്നത്. അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വെർഷൻ ഈ ഇന്ത്യ രാജ്യത്തെ നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്ത് പ്രായോഗികമല്ല എന്ന് കരുതുന്ന ഒന്നുമില്ല. ജനങ്ങളുടെ വിശ്വാസം, ഈ ജനകീയ അടിത്തറ അതുണ്ടെങ്കിൽ ഏതു പ്രസ്ഥാനത്തിനും തിരിച്ചു വരാം. അങ്ങനെ മൺമറഞ്ഞു പോയ പ്രസ്ഥാനമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോൺഗ്രസ്.